ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിക്കടുത്തുള്ള കെട്ടി എന്ന സ്ഥലത്ത് കെട്ടി ഹോം സ്റ്റേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഊട്ടിയിലെ ഡേ 2. അപ്പോൾ കെട്ടി ഹോം സ്റ്റേ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ എന്താണ്, രാവിലെ തന്നെ ഞാനും ആരതിയും മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. വിവേകിൻ്റെ റൂമിൽ കണ്ടില്ല, എഴുന്നേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഉറക്കമാണ്. ആരതി രാവിലെ തന്നെ ചായ ഇടാനുള്ളൊരു പരിപാടിയിലാണ്. നമുക്ക് നൈസായിട്ട് കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. ചായ ഇടൽ പരിപാടിയോടെ വരി. ചൂടുവെള്ളം വരെ ആയി. ഓക്കെ, ഗുഡ്. ഇന്നലെ ഇവിടെ കിടന്ന് വേഷം കിട്ടുകയാണെന്ന് കണ്ട മനസ്സിലാക്കുകയില്ല. ഇന്നലെ തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ? അത് റൂമിൽ ഹീറ്റർ ഇട്ടിട്ട്. ചായ റെഡി. വിവേക് എഴുന്നിട്ടിട്ടുണ്ട്. ഇവിടെ മാത്രം ഇപ്പൊ ഇരുന്ന് ചവിടിക്കണം. താഴെ കുടിച്ച് അവിടെ മെഴുകി ദുബായാ? അത് ഈ മരം കണ്ട, ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കാരണം രാവിലെ മുതൽ പല വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്, പിന്നെ സ്ക്വിറൽസ് എല്ലാം ഇതിൽ ഓടിടപ്പുണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ കണ്ടിതിൽ. ഈ മരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. കാരണം വേറൊരു മരത്തിൽ ഞാൻ ഇത്തരം കിളികൾ ഇവിടെ കണ്ടില്ല. ഇത് ഇപ്പോഴും താഴമേളിൽ ചെറിയ ചെറിയ കിളികളാണ്. അണ്ണാനുണ്ടല്ല. അടുത്തൊരു സംഭവം കണ്ടുപിടിച്ചു. ആക്ച്വലി ഇതൊരു മിററാണ്. പക്ഷേ ഈ മിററിൽ കൂടെ നോക്കുമ്പോഴേക്കും നേരെ തല തിരിഞ്ഞേ കാണുള്ളൂ. അതായത് നമ്മൾ തല കുത്തിക്കോലെ കാണുന്നത്. ഇപ്പോൾ കണ്ട ക്യാമറ തല കുത്തിക്കോലെ. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ടൊരു ചേച്ചി വന്നായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടും പുള്ളിക്കാരിച്ച് പറഞ്ഞത് വെറുതെ വെച്ചേക്കാൻ എനിക്കറിയാൻ പാടില്ലെന്നതിനെപ്പറ്റി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് തല തിരിഞ്ഞാണ് കാണുന്നതല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഇദ്ദേഹമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണാണ്. എവിടെ നിന്ന് കാണിച്ചത് എന്തൊക്കെയാണ്? ദോശ, ഇഡ്ലി, സാമ്പാർ, ചട്നി, ചായ ഉണ്ടാക്കിയത്. തുടങ്ങാന്നാ? അല്ലെങ്കിൽ അത് തണുത്തു പോകും. അതെ, ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്. അല്ല, ചട്നിയും സാമ്പാറും നല്ല. അങ്ങനെ എല്ലാവരും ഫ്രഷായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാഡം മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ ചാർജുകളല്ലേട്ടാ. ഫ്രണ്ടിൽ തന്നെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇന്ന് നമ്മുടെ പരിപാടി എന്താണ്? ഓക്കെ, കെട്ടി. എന്നാൽ ഞാൻ ഇറക്കി. അവർ കയറ്റിങ് ഞാൻ ഇറക്കി. ഓക്കെ, അപ്പോൾ കയറ്റി ഇറക്കി എന്തെങ്കിലും ആവട്ടെ. നമ്മൾ ഇവിടെ അടുത്തുള്ള ടോയ് ട്രെയിൻ്റെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ചുമ്മാ നോടം വരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വല്ല പരിപാടി ഉണ്ടോ? ആർ വി ഗോയിങ് ടു ആദിയോഗി? ബാക്കിയുള്ള പ്ലാനൊക്കെ വഴിയേ. എന്താ എത്രയുണ്ട്? നീ എത്രയുണ്ട്? 6357. ഞാൻ അന്നേ ആയിക്കോളൂ. ഞാനൊരു 92 ഉണ്ടോ. നീ ഒന്ന് അത് കയറി നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ
അതാണല്ലേ 63. 62.5. ഞാൻ പിടിച്ചേ മൊബൈലൊരിക്കലും ഓടും സൺഡേ ഹോളിഡേ 89.5. സോ മെലിഞ്ഞു. അപ്പോൾ 3 കിലോ കുറഞ്ഞിട്ടുണ്ടാ. ഓക്കെ, നിങ്ങളുടെ മൊബൈൽസ് സൺഡേ ഹോളിഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഫാക്ടറി ഈസ് നോട്ട് വർക്കിംഗ്, ഹിയർ ഈസ് ഓഫീസ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ എന്താണ് രജിസ്ട്രേഷനൊക്കെ ചെയ്തത്. രജിസ്ട്രേഷനാ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത്. ഓക്കെ, അതെ ഇത് കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടത്. ആക്ച്വലി എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. हाँ हिंदी में बताओ भैया. देखिए सब देखिए घूम के सब देखिए लेकिन वही मशीन में थोड़ा दूर से हाँ ठीक है भैया कोई प्रॉब्लम नहीं. ആ മെഷീൻ്റെ അരികത്തൊന്ന് പോകാൻ നിൽക്കണ്ട, നോക്കണതിന് കുഴപ്പമില്ലാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇല ആ കൊട്ടയിലേക്കാക്കി ഇവിടുന്ന് കറങ്ങി പുറത്ത് കൂടി ക്രെയിനിൽ വന്ന് ഇവിടെ വന്ന് വീണിട്ടാണ്. ആ ആദ്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തേ. മലയാളം. ആ അപ്പോൾ ഓക്കെ, ഈ ലാംഗ്വേജ് ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് ആരതി ഭാഷയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ പോകും. നല്ല ഇലകളെല്ലാം അവിടെ, ചീത്തലകളെല്ലാം ഇവിടെയാവും. ഓ ഈ മെഷീനിൽ അങ്ങനെ വരും. അങ്ങനെയൊന്നും അല്ല, ചുമ്മാ പറഞ്ഞതാ. ഇത് വെറുതെ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി എടുക്കുന്നു ഉണക്കാനായിട്ട്. പച്ചിലുള്ളത് ഇത് ഉണക്കിയിട്ട് വേണമല്ലോ പൊടിക്കാനായിട്ട്. അത് ഈ വേസ്റ്റാണ് ഈ പോകുന്നത്. അത് പിടിക്കില്ല മെഷീൻ. ഇതൊക്കെ ഇത് പിടിക്കല്ലേ കേട്ടാ. പിടിച്ചില്ലേ ഇത്? പിടിച്ചില്ലേ? ഇത് താടി. ഇതേ ബുൾഗാൻ വന്നിട്ടുണ്ട് നിനക്ക്. ടീഷർട്ട് നോക്കിയ. അതാണ് ആ ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ ആദ്യമേ ബോൾത്തിയത്. എന്താണ് ബോൾത്തിയത്? മെഷീനിക്ക് പാസമേ നഹി ചാവോ എന്ന് പറഞ്ഞാൽ മെഷീൻ അടുത്തേക്ക് പോകരുത്. അത് ബൂസ്റ്റാണിത്, ബൂസ്റ്റ്. പോണ്ട് കുഴപ്പമില്ല. അത് ഇവിടെ ഇല ഉണക്കല് മാത്രമേ ഉള്ളല്ലേ. ഇതിന്റെ അടിയിലാണ് ബാക്കി പരിപാടികൾ. ഓക്കെ, ആദ്യമാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇല തരംതിരിക്കൽ മാത്രമേ ഉള്ളൂ. അതിലെല്ലാം ആണ്ട് അവിടെ നിന്ന് അത്രേ ഉള്ളൂ. ഇതില് വന്ന് ഇതിലെ താഴത്തേക്ക് പോകണം അല്ലേ. ഓക്കെ ആദ്യമാണ് ഇവിടുത്തെ ഗൈഡ്. റോളിംഗ് റൂം. കമോൺ. മൈലാഞ്ചിറ വേണം. ഡേഞ്ചർ പവർ റൂം. ഗ്രീൻ ടീ. ഗ്രീൻ ടീ ആദ്യം കാണിച്ചു. ഏതാ ഗ്രീൻ ടീ? ഓക്കെ, ആ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വീടോട്ടാ ഇല. ഇതാണ് ഗ്രീൻ ടീയുടെ ഇലയാണാവുന്നത് അല്ലേ. അവിടെ നിന്ന് ആ മേളിൽ ഇല വന്ന് വീണല്ലോ. ഇവിടെ ഇതിലേക്ക് കൂടി വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പൗഡറാണ് ഓട്ടത്. റിഫൈൻഡ് പൗഡറാണ് ഇവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ അവിടെ പോയി ഒരു വാഷിങ്ങാണെന്ന് തോന്നുന്നു. ആ പൗഡറിലെ ഇതേ കൂടി ഇവിടെ എത്തി. ഇതിൻ്റെ സംഭവം ആദ്യം ഫുഡ് കിട്ടാറുണ്ടത്.
ഇതിൽ തന്നെ വഴി ഇതിലെയാ? ആ ഓക്കെ. ഓക്കെ. ആ ഇത് ഒരു തരി കൂടിയ ടൈപ്പാണല്ലേ? ഓക്കെ. ഈ ചായയാണല്ലോ നമ്മൾ കുടിച്ചത് രാവിലെ? ഇതൊക്കെ തരി. അതപ്പുറത്ത് ഗ്രീൻ ടീ. അത് ഗ്രീൻ ടീ കഴിയുന്നപ്പുറത്ത്. ഇത് നോർമൽ ടീ. ഇത് വലിയ തരി. ആ എനിക്ക് അത് ചെറിയ തരി. ഓക്കെ. എല്ലാം ഓരോരോ ടൈപ്പ് ക്വാളിറ്റിയിലാണ് അങ്ങാടി ഇങ്ങനെ മാറ്റി വിടുന്നത്. ഇത് ചെറിയ തരി. അവിടെ 2 തമിഴത്തി മേടിക്കണല്ലേ? അതേപോലെ നിൽക്കേണ്ടി വരും അവിടെ. ഇതെന്താണ് ഇത്? ഉണ്ട. ഇതെന്താണ് ഈ ഉണ്ട? ഉണ്ട ഓക്കെ. അതാ രാവിലെ വന്ന് പഠിച്ചിട്ടതൊക്കെ. ഇവിടെ എന്താ സംഭവം? ആ ഇത് ചൂടാക്കണത്. ആ അതെ, ഇവിടെ നിന്നാണ് നമുക്ക് ഇന്നലെ ക്യാമ്പ് ഫയറിനുള്ള വിറക് എത്തിയത്. ആ ഇവിടെയാണ് ചൂടാക്കി കേട്ടാ. ഷോല സ്പെഷ്യൽ റെസിപ്പി. ഓക്കെ. ഇന്നലെ രാത്രി ഇവിടെ വല്ലൊന്നും വായിച്ചു കിടന്നാൽ മതിയായിരുന്നു, തണുക്കൂലായിരുന്നു. ഇവിടെ ക്യാമ്പ് ഫയർ. അതെ, 24 hours ക്യാമ്പ് ഫയർ ഇവിടെ. ഇതിന്റെ പുറത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. പൊക്കിയടിയാണ്ടത്. ഓക്കെ. സാർ ഗൈഡ് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇനി ഒന്നുമില്ലല്ലേ? हाँ 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 इन्हें मालूम। यहाँ से गर्म ये जो आग चल रहा है ना, ये गर्म हवा खींच रहा है यहाँ से। यहाँ से भी अभी इसके अंदर पता है? हाँ, इसमें गर्म हवा जा रहा है। हाँ ठीक है। यहाँ से फिर इधर जा रहा है। हाँ 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 हाँ। फिर गर्म हवा से हाँ ओके। ये कच्चा है ना? हाँ हाँ कच्चा जब उधर जा रहा है, आगे जाके गर्म से पक रहा है। ओके। ഇതുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണങ്ങിയത് അവിടെ പച്ചയില് ഇവിടുത്തെ ഇവിടേക്കും ട്രൈ ആയി.
ഫാക്ടറി വിസിറ്റിൻ്റെ എല്ലാ ഗൈഡിങ്ങും ചെയ്തു. സൂപ്പറായിരുന്നു. താങ്ക് യു. ഇവിടെ പറ. ഓൺലി മലയാളം ഇംഗ്ലീഷ്. എനിക്ക് കൊങ്ങിണി വ്യൂവേഴ്സ് ഇല്ല. അങ്ങനെ നമ്മൾ കെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കല്ല പോയത്. കെട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ടണലുണ്ട്. ആ ടണലിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ടണൽ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് കയറി പോകുന്നതാണ് കുറച്ചും കൂടി രസം. നമുക്ക് ഇതിൽ കയറി പോവാം. വണ്ടികളൊക്കെ അതെ ഇവിടെ തന്നെ വണ്ടിയൊക്കെ വഴിയിൽ തന്നെ പാർക്ക് ചെയ്ത് വെച്ച് ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇവിടെ എല്ലാ നിർത്തിയിട്ടാണ് കാറുകളെല്ലാം മലയാളീസാണ്. KL71, KL20, KL73 മേളിലേക്കാണ് എല്ലാ മലയാളികളാണ്. അപ്പം കയറി നോക്കാം. കയറങ്ങാട്ട് കമോൺ കയറിക്കോ. ഓക്കേ ട്രെയിനിന് ടൈമിംഗ് പോലും അറിയാമെന്നാ ഇവിടെ. ടണൽ അവിടെയാണ്. അവിടെയും കൊള്ളാം. അങ്ങനെ ടോയ് ട്രെയിൻ വരുന്നുണ്ട്. പൊളി. ഞങ്ങൾ പയ്യെ ടണലിലേക്ക് നടന്നു തുടങ്ങി. ആദ്യം ബാഗും ഹെൽമെറ്റൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചാൽ പിന്നൊരു പേടി. അതുകൊണ്ട് അതും കയ്യിലെടുത്ത് ഇത് അവിടം വരെ എത്തണം. അറ്റം വരെ ആദ്യം കയറാൻ പോണ. പൊളി. Yes, we are in the tunnel. ടണലിലേക്ക് എത്തിയപ്പോൾ ചെറിയ തണുപ്പായിട്ടാ. നല്ല കൊണ്ടല്ലോടാ. ഒരു ചെറിയ കുറേ കിളികൾ. വാവ് നൈസ്. എന്ത് കിളിയാണോ അതെ? അങ്ങനെ ടണലിൻ്റെ ഇപ്പുറത്തറ്റത്ത് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആശയം വിവേകൊക്കെ അപ്പുറത്തറ്റത്തെത്തി. ഇനി ഇവിടെ നിന്ന് നടന്ന് തിരിച്ചങ്ങോട്ട് പോകണം. വാ വാവ് മേളിലൊക്കെ പൊളിയാണ്ട.
നമ്മളിപ്പോൾ കോന്നൂരെത്തി. എല്ലാവർക്കും വിശന്നു തുടങ്ങി. അത് ഹൈദരാബാദി ബിരിയാണി എന്ന് ബിരിയാണി ഹൗസ് അവിടെ കയറി ഫുഡ് കഴിക്കാനിരുന്നു. അത് നേരത്തെ ഒരു കലക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴേക്ക് പുള്ളി വെച്ച് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അല്ല ഹൈദരാബാദിൽ SAP ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആദ്യം വണ്ടി നിർത്തിയത്. അതിന് തൊട്ട് മേളിലാണ് ഈ ഹൈദരാബാദി ബിരിയാണി ഹൗസ്. അപ്പോൾ ഇല്ല, ഹൈദരാബാദി ബിരിയാണി ഹൗസിലേക്കാണ് പുള്ളി അങ്ങോട്ടോ ഇവിടെ പാർക്കിംഗ് ഇല്ല, അവിടെ പോയി പാർക്ക് ചെയ്യണം, മറിച്ചാണ്. എന്നെ ഇറങ്ങുമ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോ, ഒരു 5 മിനിറ്റ് അവിടെ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഫുഡ് എത്തി. വിവേകിന് പറഞ്ഞൊരു താല്പര്യമല്ലേ ഫുഡ് വന്നിട്ട്. ചിക്കൻ ഫ്രൈ, എന്ത് ബിരിയാണിയാണ്? പനീർ ബിരിയാണി. ആ, പിന്നെ ഇത് പുള്ളിയില്ല ഇവിടെ ചേട്ടാ, പുള്ളിയില്ലല്ലോ അവിടെ. താക്കാടയിൽ നിന്ന് ചേട്ടനായിരുന്നു നമ്മുടെ അടുത്ത് കലിപ്പെട്ടത്. അവിടെ വണ്ടി അവിടെ ഉണ്ടോ? വണ്ടി അവസാനം അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാർക്കിംഗ് ഇല്ല, മറ്റാണെന്നൊക്കെ പറഞ്ഞ് വെച്ചുണ്ടാക്കി. മിസ്സായി. കോന്നൂർ എന്ന് ഹൈദരാബാദി ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് നമ്മൾ കോത്തഗിരി വഴി കോയമ്പത്തൂരെത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് വി റീച്ച് പാലക്കാട്. ഇനി നമ്മൾ അടുത്ത സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആ സാധനത്തിൻ്റെ പേരാണ് കാളൻ. നമ്മളവിടെ കിട്ടുമല്ലോ ഈ സാധനം, കാളൻ. പാലക്കാട് കോയമ്പത്തൂർ മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് കാളൻ. പുറത്താണ്. എന്താ കാണണം എന്നുള്ളത് വരുമ്പോൾ കാണാം. ഒരു വക മറ്റേ ചില്ലി ഗോപി പോലിരിക്കുന്നത്. അപ്പോൾ ഇത് ആണ്, ഇത് തന്നെ കാളൻ. ആ, ഇതാണ് കാളൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് മാഡം ഈസ് ഗോയിങ് ടു ട്രൈ. ആശയും വിവേകും ആദ്യം ഭയങ്കര ലേറ്റാണ്, അവർ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സമയം നമുക്കല്ല, മാഡം മാത്രമേ കഴിക്കുന്നത്. എനിക്ക് ഈ കളർ കണ്ടപ്പോൾ തന്നെ പേടിയായി. ഇതെന്താണ് ഇത്? എന്തൊക്കെയാണ് ഇതിൻ്റെ? മഷ്റൂം വരും, പിന്നെ ചില്ലി ഗോബി. ആ, ഏതാണ്ട് ചില്ലി ഗോപിയുടെ മേളിൽ സവാള ഇട്ട് വന്ന പോലെ ഉണ്ട്. ഇതാ ഗുഡ് പൊളി. എനിക്ക് ആ എടുക്കണം കാണുമ്പോൾ അറിയാം എനിക്ക് തരാനാണ്. എനിക്ക് വേണ്ട. ഈ കാളൻ സംഭവം കുറച്ച് ഫേമസ് ആണ് കോയമ്പത്തൂർ, പാലക്കാട്. ഈ സ്പോട്ട് വരുന്നത് കട കാണാനായിട്ട് ഭയങ്കര കുഞ്ഞൊരു കടയാണെങ്കിലും ഗൂഗിൾ റിവ്യൂ ആണെങ്കിലും നല്ല റേറ്റിംഗ് ഉണ്ട്. ഇവിടെ നാട്ടുകാർക്കാണെങ്കിലും നല്ല റിവ്യൂ ഉള്ളതാണ്. മണികണ്ഠൻ ഫാസ്റ്റ് ഫുഡ് എന്നാണ് ഈ കടയുടെ പേര്. സിൻസ് 1996 നല്ല കാലം മുതലുള്ള കടയാണ്. അങ്ങനെ ബ്ലോക്കിൽപ്പെട്ടവരെത്തിയിട്ടുണ്ട്. കാളം കൊടുക്കും കഴിക്കും. അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇനി എന്താ റിവ്യൂ പറഞ്ഞേ? എങ്ങനെയുണ്ട്? കറക്റ്റ് റിവ്യൂ പറയണം. ഇഷ്ടപ്പെട്ടില്ല. വിവേക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വിവേക് ഒരു സ്പൂൺ കഴിച്ചില്ലേ? ഞാൻ ആദ്യം ട്രൈ ചെയ്യണ്ട ആദ്യം. കാളം കഴിഞ്ഞ അടുത്ത ജ്യൂസ്. ഇത് നമ്മുടെ സബ്ജക്റ്റ് മാറിയിട്ട് ഔട്ട് ഓൺ ട്രിപ്പ് എന്ന് പറഞ്ഞ എൻ്റെ പേജിൽ ഇപ്പോൾ ഫുഡ് ബ്ലോഗായി മാറിയിട്ടുണ്ട്. ഇത് നീ എന്താ ട്രൈ ചെയ്ത്? ലെമൺ കുടിച്ചു, കുഴപ്പമില്ല. പിന്നെ എന്താണ്? വേറെ ബദാം മിൽക്ക് ഉണ്ട്, പിസ്ത. ആ, ബദാം മിൽക്ക് കഴിക്കാം. അങ്ങനെ ഒരു ബദാം മിൽക്ക്. അപ്പോൾ നമ്മൾ ബദാം മിൽക്ക് കഴിഞ്ഞിട്ട് അടുത്ത പിസ്ത എന്താണ് ഇപ്പം ചക്ക നാളെ ഉണ്ടാവുന്നോ?
മഞ്ഞ കഴിഞ്ഞ് ഇനി പച്ച. ആ ഇത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ചതിക്കുന്നത്. കുഴപ്പമില്ല പറഞ്ഞാൽ എന്തായാലും കുടിച്ചോളൂ. കുഴപ്പമില്ല. വേറെന്താ ഉള്ളത്? റോസ് വേണ്ട, ബ്ലൂബെറി. പിന്നെ വേറെന്താ ഉള്ളത്? നിങ്ങൾ കഴിച്ചത് ലെമണാ? ലെമൺ എങ്ങനെയുണ്ട്? വേറെ ഏതാണ് വെറൈറ്റി? ബ്ലൂബെറി. ബ്ലൂബെറി എടുക്കും ആണികൾ കൊടുക്കാം. അവനെ മഞ്ഞ, പച്ച, നീല. ആഹാ ബ്ലൂബെറി. ഇല്ല കുടിച്ചോക്ക്. ब्लूबेरी ब्लूबेरी पीछे क्या चाहिए? ആ ബ്ലൂബെറി ഓക്കെ. അടുത്തത് അടുത്ത വെറൈറ്റി എന്താ ഉള്ളത്? അതിനകത്ത് വേണ്ട, അത് കാണിച്ച്. മിക്സറാ എല്ലാം കൂടിയാ? അത് വേണ്ട വേണ്ട. ഇതെന്താണ് ഇത്? ഇതെന്താണ്? റോസ്. റോസ് എന്നാ റോസാ? ഇനി റോസ് ഒരെണ്ണം എടുക്ക്. ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്ന് നോക്കട്ടെ. അടുത്തത് പിങ്ക് കളർ. ഇത് കൊള്ളാം, സൂപ്പർ. അടുത്തത് അതും ഓക്കെ, അതും ഓക്കെ. അതും പാസ്. ഇനി അടുത്തെന്താ? ഇതെന്താണ്? ഇതിപ്പോ ഇത് കഴിച്ചില്ല. മിക്സഡ് ഫ്രൂട്ട് ആദ്യത്തെ ഒരെണ്ണം കൊടുക്ക്. ഈ മിക്സഡ് ഫ്രൂട്ട് അല്ല ഇതിപ്പോ ഇതാന്നല്ലേ? അത് ആദ്യം കൊടുക്കണം അല്ലേ? ഇത് നമ്മുടെ മറ്റേ ഇത് മിക്സഡ് ഫ്രൂട്ട്. बादाम എല്ലാം വാങ്ങും ഒരു സിപ്പ് ഇങ്ങനെ വരുമ്പോഴേക്കും അതുകൊണ്ട് വേണ്ട കുറച്ച് കുടിച്ചാ ഇതോളാട്ടാ മിക്സഡ് ഫ്രൂട്ട് കൊള്ളാം. ഇതെന്നാണ് ഇത്? ഫ്രൂട്ടാ? അത് തന്നെ, അത് ചെയ്യുമല്ലേ? അപ്പൊ ഇതാ ഇപ്പുറത്താ ലെമൺ. അത് കുടിച്ചതാ. ഇത് ഓറഞ്ച് വേണ്ട, ഓറഞ്ച് വേണ്ട. ഇത് എന്നാ ഇത് ഒന്നുമില്ല. ഇത് വാട്ടർ മെലൺ. അപ്പൊ മിക്സഡ് ഫ്രൂട്ട് ഒന്നും ബാക്കിയായിട്ട് കഴിഞ്ഞ് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത്. നമ്മ ഇത്രയും സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ. ആകെ 80 രൂപയുള്ളൂ. നമ്മ എത്ര? പിസ്ത, ബദാം, ബ്ലൂബെറി, റോസ് മിൽക്ക്, മിക്സഡ് ഫ്രൂട്ട്, അത്ര ഉള്ളല്ലേ? 5 ഐറ്റം കുടിച്ചിട്ട് 80 രൂപയുള്ളൂ. ലെമൺ നേരത്തെ പൈസ തന്നു. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. കറക്റ്റ് 12 മണി രാത്രി. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ശംഭോ മഹാദേവ.